എച്ച് ഒ ഡിമാർക്ക് ഇൻ്റേണൽ കൺഫേം ചെയ്യാനായിട്ട് എച്ച് ഒ ഡിമാരുടെ ലോഗിനിൽ ഇവിടെ സൈഡിലുള്ള ടാബിലായിട്ട് ഇൻറ്റേർണൽ മാർക്ക് എന്ന് കാണാം. ആ ഇൻറ്റേർണൽ മാർക്കിൽ കൺഫേം ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ വന്നിട്ടുള്ള ഓരോ ടാബും സെലക്ട് ചെയ്താൽ മതി. പ്രോഗ്രാം നമ്മൾ ഏതാ പ്രോഗ്രാം ചെയ്തെടുക്കുക. ബാച്ച് 24-28 ആവും. അതുപോലെ സെമസ്റ്റർ സെലക്ട് ചെയ്യാം. കോഴ്സ് അപ്പോൾ നമ്മുടെ ആ ബാച്ചിലെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ കോഴ്സിൻ്റെ പേരും ഇതിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് സെലക്ട് ഓൾ കൊടുത്താൽ എല്ലാം ഒരുമിച്ച് കിട്ടും. ഇത് സോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണ്, നെയിം വഴിയോ രജിസ്റ്റർ നമ്പർ വഴിയോ എങ്ങനെ വേണ്ടിച്ച് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കുട്ടിയുടെ പേർക്കുള്ള എല്ലാ ഇൻറ്റേർണൽ മാർക്കും വന്നിട്ടുള്ളതായിട്ട് കാണാം. MDC എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതെല്ലാം അപ്രൂവ് ചെയ്താണ്. ഈ ഒരു പേപ്പർ അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇൻറ്റേർണൽ മാർക്ക് നോക്കിയിട്ട് അത് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ് കൊടുക്കാം. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പബ്ലിഷ് ഉണ്ടാവും. ഈ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് ടു എക്സാം കൺട്രോളർ എന്നുണ്ടാവും. അപ്പോൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എക്സാം കൺട്രോളും കൂടെ കൊടുത്താൽ മാത്രമേ ഈ ഇൻറ്റേർണൽ മാർക്ക് സബ്മിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് HOD മാരെ ശ്രദ്ധിച്ചാൽ മതി. ഇനി എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ പബ്ലിഷ് ഓൾ കൊടുക്കാം. എന്നിട്ട് ഇമ്പോർട്ട് എക്സാം കൺട്രോൾ കൊടുത്താൽ എല്ലാം ഒരുമിച്ച് ആയിക്കോളും. ഇത് ഓരോ പേപ്പറിൻ്റെ വേണമെങ്കിലും വേറെ ആയിട്ടും ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഓരോ പേപ്പറിലും ആരാണ് മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ആരാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ പേപ്പറിൻ്റെയും എല്ലാവരും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HOD മാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും.